തിരുവനന്തപുരം ചേങ്കോട്ടുകോണം തുണ്ടത്തിൽ ട്രിവാൻഡ്രം സ്കോട്ടിഷ് സ്കൂളിൽ ഇന്ന് വൻ തീപിടുത്തമുണ്ടായി. 3 സ്കൂൾ ബസ് പൂർണ്ണമായും കത്തിനശിച്ചു. ഒരു ബസ് ഭാഗികമായും കത്തി. സ്കൂൾ ഗ്രൗണ്ടിൽ പാർക്ക് ചെയ്തിരുന്ന ബസ്സുകൾക്ക് തീപിടിച്ചത് എങ്ങനെയാണ്? ആസൂത്രിതമായി ആരോ തീയിട്ടതാണെന്ന സംശയത്തിൽ തന്നെയാണ് അധികൃതർ ഇപ്പോഴും ഉള്ളത്. ടെമ്പോ ട്രാവലർ ബസ്സുകളിലേക്ക് ഇടിച്ചു കയറ്റിയ ശേഷം തീ കത്തിച്ചുവെന്നാണ് സ്കൂൾ അധികൃതരുടെ ആരോപണം. ചേങ്കോട്ടുകോണത്തെ ട്രിവാൻഡ്രം സ്കോട്ടിഷ് സ്കൂളിന് മുന്നിൽ ഗ്രൗണ്ടിൽ നിർത്തിയിട്ടിരുന്ന വാഹനങ്ങൾക്കാണ് തീയിട്ടത്. തികച്ചും ആസൂത്രിതമായിരുന്നു ഈ നീക്കം എന്നുള്ളത് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. കാരണം ഈ ടെമ്പോ ട്രാവലർ വാഹനം കിടന്നത് 20 മീറ്റർ അകലെ ആ കാണുന്ന ഭാഗത്താണ്, ഓട്ടോയൊക്കെ കിടക്കുന്ന ഭാഗത്താണ് ഈ വാഹനം ഒതുക്കിയിട്ടിരുന്നത്. ഇറക്കമൊന്നുമല്ല, അതുകൊണ്ട് വാഹനം ഉരുണ്ടു വന്നതാകാനുള്ള യാതൊരു സാധ്യതയുമില്ല. ഒപ്പം തന്നെ ഈ വാഹനത്തിൻ്റെ താക്കോലുകളെല്ലാം തന്നെ അതാത് വാഹനത്തിൻ്റെ ഡാഷ്ബോർഡിലായിരുന്നു സൂക്ഷിച്ചിരുന്നത്. ഇത് കൃത്യമായി അറിയാവുന്ന ആരോ ഈ വാഹനം ഓടിച്ച് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് ഇടിച്ച ശേഷം തീയിടുകയായിരുന്നു എന്നുള്ളതാണ് നമുക്ക് പ്രാഥമികമായി മനസ്സിലാക്കാൻ കഴിയുന്നത്. പോലീസിൽ നിന്നും അത്തരം ചില സൂചനകളാണ് ലഭിക്കുന്നത്. കാരണം ഈ വാഹനം സ്വമേധയാ ഇങ്ങോട്ട് വന്ന് ഉരുണ്ടു വന്ന് ഇടിച്ചു കഴിഞ്ഞാലും തീ പിടിക്കാനുള്ള സാധ്യതകളൊക്കെ തന്നെ കുറവാണ് എന്നുള്ളതാണ് ഫയർഫോഴ്സിൽ നിന്നെല്ലാം തന്നെ ലഭിക്കുന്ന വിവരം. വലിയ ഇടിയുടെ ശബ്ദം കേട്ട് നാട്ടുകാരും അതോടൊപ്പം തന്നെ ഈ സ്കൂളിലുണ്ടായിരുന്ന സെക്യൂരിറ്റി വന്ന് നോക്കുമ്പോൾ ഈ 2 വാഹനങ്ങളുടെ ഇടയിൽ തീ ഉയരുന്നതാണ് കണ്ടത്. ഈ ട്രാവലറിന്റെ ഫ്രണ്ടും മറ്റേ ബസ്സിന്റെ ആ സൈഡും കത്തും. 2 വണ്ടി ഒരുപോലെ കത്തും ആ സമയത്ത്. അതിനുശേഷം പെട്ടെന്ന് മറ്റേ വണ്ടി നിമിഷം കൊണ്ട് തന്നെ തീ ആളി പടർന്നു. നല്ല ഒച്ച സൗണ്ട് കേൾക്കുന്നുണ്ടായിരുന്നു. ഗ്ലാസ് പൊട്ടുന്നതായിരിക്കും. ആദ്യം ഞാൻ കരുതിയത് പന്നിക്ക് വേണ്ടി പിടിക്കാം, പന്നി ശല്യം അന്ന് കരുതി. അപ്പോൾ വീണ്ടും കേൾക്കുന്നു. അങ്ങനെയാണ് ഇടിച്ച് നോക്കുന്നത്. അപ്പോഴാണ് ഈ ഫ്രണ്ടിൻ്റെയും ഈ സൈഡ് കത്തി തുടങ്ങി. ആരെങ്കിലും ഈ കോമ്പൗണ്ടിലേക്ക് കടക്കുകയോ അങ്ങനെ എന്തെങ്കിലും ശ്രദ്ധപ്പെട്ടു? അങ്ങനെ ആരെയും കണ്ടില്ല. പെട്ടെന്ന് ഫയർഫോഴ്സിനെ വിവരം അറിയിച്ചു. അങ്ങനെ ഫയർഫോഴ്സ് എത്തി. ഇവിടെ ഉണ്ടായിരുന്ന മറ്റ് 2 വാഹനങ്ങൾ തൊട്ടപ്പുറത്തേക്ക് മാറ്റി ഇട്ടിട്ടുണ്ട്. ഒപ്പം തന്നെ പോലീസും ഇവിടെ എത്തിയിരുന്നു. ഫയർഫോഴ്സ് കൃത്യമായി എത്തി തീ അണച്ചതുകൊണ്ടാണ് വലിയ ഒരു അപകടം ഇവിടെ ഏതായാലും ഒഴിവായത്. അല്ലെങ്കിൽ മറ്റ് 2 വാഹനങ്ങൾക്ക് കൂടി തീ പിടിച്ചേനെ. ഇപ്പോൾ 3 വാഹനങ്ങൾ പൂർണ്ണമായും കത്തി നശിച്ച അവസ്ഥയിലാണ്. മറ്റൊരു വാഹനത്തിന് ഭാഗികമായി കത്തിയിട്ടുണ്ട്. ആ വാഹനം തൊട്ടപ്പുറത്തേക്ക് മാറ്റിയിട്ടിരിക്കുകയാണ്. ഇനി ശാസ്ത്രീയമായ പരിശോധനയിലൂടെ മാത്രമേ എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യത്തിൽ ഒരു സ്ഥിരീകരണം വരികയുള്ളൂ. ആ നെല്ലിയുടെ അവിടെ നിർത്തിയിരുന്ന ട്രാവലർ 10 മീറ്ററോളം ഓടിച്ച് ഈ ബസ്സിൽ കൊണ്ട് ഇടിച്ച് നിർത്തിയിട്ടാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ 2 ബസ് ഇവിടെ ഉണ്ടായിരുന്നു, ഓൾറെഡി ഉണ്ടായിരുന്നു. അതിലൊരെണ്ണമാണ് ആ ബസ് ഭാഗികമായിട്ട് മാത്രമേ കത്തിയിട്ടുള്ളൂ. ഇവിടുത്തെ ഏറ്റവും വലിയ ദൗർഭാഗ്യകരമായ സ്ഥിതി ഈ സ്കൂളിൽ CCTV ക്യാമറകൾ ഇല്ല എന്നുള്ളതാണ്. ഒപ്പം തന്നെ കടന്നു വരുന്ന പ്രധാന കവാടത്തിലും സമീപത്തുള്ള വീടുകളിലൊന്നും തന്നെ CCTV ഇല്ല. അതുകൊണ്ട് തന്നെ അന്വേഷണം ദുഷ്കരമായിരിക്കും. പ്രത്യേകിച്ചും പല വഴികളിലൂടെ ഈ സ്കൂളിലേക്ക് കടന്നു വരാം. പ്രധാന വഴി ഒന്ന് മാത്രമേ ഉള്ളൂ എങ്കിലും തൊട്ടപ്പുറത്തൊക്കെ പല വഴികളുണ്ട്. അതിലൂടെ വന്ന് മതിൽ ചാടിയോ മറ്റോ ഒക്കെ ആർക്കും വരാവുന്നതേ ഉള്ളൂ. ഏതായാലും ആസൂത്രിതമാണ് എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ നിലവിൽ ഏതായാലും ഉറപ്പിക്കുന്നത്. സ്കൂൾ അധികൃതർക്ക് മറ്റേതായാലും സംശയങ്ങളൊന്നും തന്നെ ഇല്ല. ഇങ്ങനെ ആരെങ്കിലും ചെയ്യാനുള്ള സാധ്യതയും സ്കൂൾ മാനേജ്മെന്റ് തള്ളിക്കളയുകയാണ്. ശാസ്ത്രീയ തെളിവ് ശേഖരണത്തിലൂടെ ഇതാരാണ് നടത്തിയത് എന്നുള്ളത് കണ്ടെത്താനാണ് ഇനി ഏതായാലും പോലീസിന്റെ അന്വേഷണം. BS ബിജുവിനൊപ്പം AK സ്റ്റെഫിൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.